വാ നമുക്ക് ചോറുണ്ണാം. അപ്പോൾ കുറേ ദിവസമായി നിങ്ങളുടെ കൂടെ ചോറുണ്ടിട്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടെ ഇരുന്ന് ചോറുണ്ണാവേ. ഇന്ന് ഞാൻ എഴുന്നേറ്റത് എടുത്തതാണ്, അതുകൊണ്ട് എടുത്ത് സ്വഭാവം എല്ലാം ഉണ്ട്. കുറേ ജോലികൾ വാരി വലിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്ത് വാശി തീർക്കാം. ഭാഗ്യത്തിന് ഭദ്രകാളി നാഗവല്ലിയൊന്നും എൻ്റെ ദേഹത്ത് കയറിയില്ല. ദേണ്ട കണിക്കൊന്ന പൂന്തേ. ഇന്ന് ശ്രീരാമ നവമിയാണ്. ഇന്നലെ ശ്രീരാമ നവമി ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ സാരസ്വത പഞ്ചാംഗം നോക്കിയാണ് ഇന്നത്തെ ദിവസം എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ദേണ്ട് പുതിയ ഡ്രസ്സാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച നല്ല അടിപൊളി തുണിയാണ് കേട്ടോ. നല്ല വർക്കാണ്, നല്ല കിഡിലൻ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ മന്ദാരം ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് ഭഗവാന് ചാർത്ത് കേട്ടോ. ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും ലക്ഷ്മണ ഭഗവാനും ആഞ്ജനേയ സ്വാമിക്കും ഞാൻ വിളക്കൊക്കെ കൊളുത്തി അങ്ങോട്ട് ജപിച്ചു. അപ്പോഴത്തേക്കാണ് തേജു വന്നത്. തേജും പാറുവിൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ. അവിടെ ഇഡ്ഡലി സാമ്പാർ രാവിലെ തന്നെ ചെയ്തുകൊണ്ട് ഇവിടെയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ്, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ കുറേ ജോലികളങ്ങ് തീർക്കും. അതുപോലെ കിണറ്റിൽ വെള്ളമില്ല, ഞാൻ പിന്നെ എല്ലാം തുണി നനച്ചൊക്കെ ഇട്ട് കേട്ടോ. കുറച്ച് നൈറ്റിയൊക്കെ ഉള്ളായിരുന്നു, പാവം ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഉച്ചത്തെ ചോറായി. പിന്നെ കോവയ്ക്ക പാറുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പിഞ്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും പച്ചമുളകും കൂടി ഇട്ട് മെഴുക്കുവരട്ടി ചെയ്തു. പിന്നെ നമ്മുടെ വൻപയറിൻ്റെ ഒരു പുഴുക്ക് ചെയ്തു. പിന്നെ മുരിങ്ങയിലയുടെ കറിയും ചെയ്തു കേട്ടോ. അപ്പോൾ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ.